നമസ്കാരം. ശ്രീ അധ്യാത്മരാമായണ നിത്യപാരായണം ഇന്ന് 14-ാം ദിവസം, കർക്കിടകം 13. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. സ്തുതിയോടുകൂടി ഇന്നത്തെ പാരായണം ആരംഭിക്കുകയാണ്. കബന്ധഗതി, ആരണ്യകാണ്ഡത്തിലെ കബന്ധഗതിയാണ് ഇന്ന് പാരായണം ചെയ്യേണ്ടത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഓം തത്സത്. സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മാനുഷ്യപത്മേഷു രവിസ്വരൂപം നമാമി കുഞ്ചത്താചാര്യപാദം. പൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. ശ്രീരാമചന്ദ്രചരണോ മനസാ സ്മരാമി. ശ്രീരാമചന്ദ്രചരണോ വചസാ ഗൃണാമി. ശ്രീരാമചന്ദ്രചരണോ സഹസ്രസാ നമാമി. ശ്രീരാമചന്ദ്രചരണോ ശരണം പ്രപദ്യേ. അഭിരാമം അജീവനേത്രം രഘുവംശ ശ്രീരാഘവം ദശരഥാന്വയമപ്രമേയം സീതാപതിം രഘുകുലാന്വയരത്നദീപം രാമം നിശാചരവിനാശകരം നമാമി. അതുലിതബലധാമസ്വർണശൈലാപദേഹം ധനുജവനകൃശാനാം ജ്ഞാനിനാമഗ്രഗണ്യം സകലഗുണനിധാനം വാനരാണാമദീശം രഘുപതിവരദൂതം വാദജാതം നമാമി. വാദജാതം നമാമി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മ രാമ. ശ്രീരാമ രമപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ. നാരായണായ നമോ. നാരായണായ നമോ. നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണെ ശ്രീരാമചരിതം നീ ചൊല്ലിടൂ മടിയാതെ. ശാരിക പൈതൽ താനും വന്നിച്ചു വന്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. ജാനകി ജീവനസ്മരണം. ജയ ജയ രാമ രാമ. ഓം തത്സത്. ഇത്തരം കബന്ധവാക്യങ്ങൾ കേട്ടൊരു പുരുഷോത്തമൻ ചിരിച്ചുടനുത്തരമരുൾ ചെയ്തു. കേട്ടാലും ദശരഥനാം അയോധ്യാധിപതി ജ്യേഷ്ഠനന്ദനകം രാമനെന്നല്ലോ നാമം. സോദരനിൻ ഇവൻ മമ ലക്ഷ്മണനെന്നു നാമം. സീതയെന്നുണ്ടോ മമ ഭാര്യയായൊരു നാരി. പോയിതു ഞങ്ങൾ നായാട്ടിന്നതു നിരമതി. മായാവി നിശാചരൻ കട്ടുകൊണ്ടങ്ങു പോയാൻ. കാനനം തോറും ഞങ്ങൾ തിരഞ്ഞു നടക്കുമ്പോൾ കാണായി നിന്നെ അതിഭീഷണ വേഗത്തോടും. പാണികൾ കൊണ്ടു തവ വേഷിതന്മാരാകയാൽ പ്രാണരക്ഷാർത്ഥം ചിരിച്ചിരിനേൻ കരങ്ങളും. ആരടോ വിദ്യുത രൂപം ധരിച്ചോരു ഭവാൻ നേരോടെ പറകെന്നു രാഘവൻ ചോദിച്ചപ്പോൾ. സന്തുഷ്ടാത്മന പറഞ്ഞിരിനാൻ കബന്ധരും. നിന്തിരുവടി തന്നെ ശ്രീരാമദേവനെങ്കിൽ ധന്യനായി വന്നേനകം. നിന്തിരുവടി തന്നെ മുന്നിലാമാറു കാണായി വന്നോരു നിമിത്തമായി. ദിവ്യനായിരിപ്പോരും ഗന്ധർവനഹം രൂപ യൗവന തത്വീതനായി സഞ്ചരിച്ചിടും കാലം.
സുന്ദരീജന മനോധൈര്യവും ഹരിച്ചതി സുന്ദരനായോരു ഞാൻ പീഡിച്ചു നടക്കുമ്പോൾ അഷ്ടാവക്രനെ കണ്ടു ഞാൻ അപഹസിച്ചിതു. ദുഷ്ടനായി മഹാമുനി ശാപവും നൽകിയിടിനാൻ. ദുഷ്ടനായുള്ളൊരു നീ രാക്ഷസനായി പോകിന്നാൻ. ദുഷ്ടനായി പിന്നെ ശാപാനുഗ്രഹം നൽകിയിടിനാൻ. സാക്ഷാൽ ശ്രീനാരായണൻ തന്തിരുവടി തന്നെ മോക്ഷതൻ ദശരഥ പുത്രനായി ത്രേതായുഗേ വന്നവതരിച്ചു നിൻ ബാഹുങ്ങളറുക്കുമ്പോൾ വന്നിടുമല്ലോ ശാപമോക്ഷവും നിനക്കെടോ. ശാപം കൊണ്ടു രാക്ഷസനായൊരു ഞാൻ കാപേന നടന്നിടും കാലമങ്ങൊരു ദിനം ശതമന്യുവിനെ പാഞ്ഞടുത്തേന ധീരുഷ ശതകൂടിയാൽ തലയറുത്തു ശതമകൻ ഭദ്രമേറ്റിട്ടും മമ വന്നീല മരണമ അബ്ജസംഭവൻ മമ തന്നൂരു വരത്തിനാൽ പദ്യനല്ലായ്ക മൂലം വൃത്തിക്കു മഹേന്ദ്രനും ഉത്തമാംഗത്തെ മമ കുഷിയിലാക്കിയിടിനാൻ. വക്രപാദങ്ങൾ മമ കുഷിയിലായ ശേഷം അസ്തയുഗ്മവും ഒരു യോധനായതങ്ങളാൽ വർത്തിച്ചിരുന്നേനത്ര വൃത്തിക്കു ചക്രാജ്ഞയ തത്വസഞ്ജയം മമാം അസ്തമധ്യസ്ഥമായാൽ വസ്ത്രേണ ഭക്ഷിച്ചു ഞാൻ വർത്തിച്ചേനിത്ര നാളും. ഉത്തമോത്തമാ രഘുനായക ദയാനിധേ പത്നിയും ജലിപ്പിച്ചു ദേഹവും ദഹിപ്പിച്ചാൽ പിന്നെ ഞാൻ ഭാര്യാമാർഗം ഒക്കവേ ചൊല്ലിയിടുവൻ. വീതിനി കുഴിച്ച ധീരിന്ധനങ്ങളും ഇട്ടു വീതിഹോത്രനെ ജലിപ്പിച്ചിടു സൗമിത്രിയും. തത്രൈവ കബന്ധദേഹം ദഹിപ്പിച്ച നേരം തദ്ദേഹത്തിങ്കൽ നിന്നും ഉച്ചിതനായി കാണായി. ദിവ്യവിഗ്രഹത്തോടും മന്നത സമാനനായി സർവഭൂഷണ പരിഭൂഷിതനായ നേരം രാമദേവനെ പ്രദക്ഷിണവും ചെയ്തു ഭക്യ ഭൂമിയിൽ സാഷ്ടാംഗമായി വീണുടൻ നമസ്കാരം ഊമുര ചെയ്തു കൂപ്പി തൊഴുതു നിന്നു. പിന്നെ മാന്യനാം ഗന്ധർവനും ആനന്ദ വിവശനായി കോൾമയിൽ കൊണ്ടു ഗദ്ഗത് അക്ഷര പാണികള കോമള പദങ്ങളാൽ തുതിച്ചു തുടങ്ങിനാൻ. നിന്തിരുവടിയുടെ തത്വമീതൊരുവർക്കും ചിന്തിച്ചാൽ അറിഞ്ഞുകൂടാവതല്ലെന്നാകിലും നിന്തിരുവടി തന്നെ സ്തുതിപ്പാൻ തോന്നിയിടുന്നു. അന്ധത്വം കൊണ്ടെന്തൊരു മഹാമോഹം അന്തവും ആദിയുമില്ലാതൊരു പരബ്രഹ്മം. ഒരേപോലെ വായിക്കുമെങ്കിലും എല്ലാവരും കൂടി വായിച്ചാൽ കൊച്ചി ഉണ്ടാവില്ല. അന്തവും ആദിയുമില്ലാതൊരു പരബ്രഹ്മം അന്തരാത്മനി തെളിഞ്ഞുണർന്നു വസിക്കണം. അന്ധകാരങ്ങളകും ആനന്ദമുദിക്കണം. ബന്ധവും മറ്റു മോക്ഷപ്രാപ്തിയും അരുളണം. അവ്യക്തമതിസൂക്ഷ്മമായൊരു ഭവദ്രൂപം സുവ്യക്ത ഭാവേന ദേഹദ്വയ വിലക്ഷണം. ദഗ്രൂപമേകമന്യ സകലം ദൃശ്യം ജഡം ദുർഗ്രാഹ്യമനാത്മകം ആകയാലജ്ഞാനികൾ എങ്ങനെ അറിയുന്നു മാനസ വ്യതിരിക്തം മങ്ങിടാതൊരു പരമാത്മാനം ബ്രഹ്മാനന്ദം. ബുദ്ധ്യാത്മഭാസങ്ങൾക്കുള്ളൈക്യമായതു ജീവൻ ബുദ്ധ്യാദി സാക്ഷീഭൂതം ബ്രഹ്മമെന്നതു നൂനം. നിർവികാര ബ്രഹ്മണി നിഖിലാത്മനി നിത്യ നിർവിഷയാക്കിയ ലോകം അജ്ഞാനമോഹവശാൽ ആരോപിക്കപ്പെട്ടൊരു തേജസം സൂക്ഷ്മദേഹം ഐരണ്യമതു വിരാട് പുരുഷനതിസ്ഥൂലം ഭാവനാവിഷയമായൊന്നതു യോഗീന്ദ്രാണാം കേവലം തത്ര കാണായിടുന്നു ജഗത്തെല്ലാം. ഭൂതമായതും ഭവ്യമായതും ഭവിഷ്യത്തും ഹേതുനാ മഹത്തത്വാദ്യാവൃത സ്ഥൂലദേഹി ബ്രഹ്മാണ്ഡകോശേ വിരാട് പുരുഷേ കാണാകുന്നു. തന്മയമെന്ന പോലെ ലോകങ്ങൾ 14 തുങ്കനാം വിരാട് പുമാനാകിയ ഭഗവാൻ തൻ അംഗങ്ങളല്ലോ 14 ലോകവും നൂനം. പാതാളം പാദമൂലം പാസ്നികൾ മഹാതലം നാദതേ ഗുൽപ്പം രസാതലവും തലാതലം ചാരുജാനുക്കളല്ലോ സുതലം രഘുപതേ ഊരുകാണ്ഡങ്ങൾ തവ വിമലമതലവും ജഗനം മഹീതലം നാഭിതേ നഭസ്ഥലം രഘുനാഥോരസ്ഥലമായതു സുരലോകം. കണ്ടദേശം ദേ മഹർലോകമെന്നറിയണം തുണ്ടമായതു ജനലോകമെന്നതു നൂനം. ശങ്കദേശം ദേ തപോലോകമങ്ങിതിന്മീതെ പങ്കജയോനിവാസമാകിയ സത്യലോകം.
उत्तमाङ्गं ते पुरुषोत्तमा जगल्प्रभु സത്താമാത്രക മേഘജാലങ്ങൾ കേശങ്ങളും ശക്രാതിലോക പാലന്മാരെല്ലാം ഭുജങ്ങൾ തേ ദിക്കുകൾ കർണങ്ങളും അശ്വികൾ നാസികയും വക്രമായതു വഹ്നി നേത്രമാദിത്യൻ തന്നെ ചിത്രമെത്രയും മനസ്സായതു ചന്ദ്രനല്ലോ രൂപങ്കമല്ലോ കാലം ബുദ്ധിവാക്പതിയല്ലോ കോപകാരണം അഹങ്കാരമായതു രുദ്രൻ വാക്കെല്ലാം വജസ്സുകൾ ദംശകൾ യമനല്ലോ നക്ഷത്ര പങ്ക്തി എല്ലാം ദ്വിജപങ്ക്തികളല്ലോ ഹാസമായതു മോഹകാരിണിയായ മായ വാസനാന്യന്യസ്ത സൃഷ്ടിസ്തവാപാംഗമോക്ഷണമല്ലോ മോക്ഷണമല്ലോ പാംഗമോക്ഷണമല്ലോ ധർമ്മത്തിൻ പുരോഭാഗം അധർമ്മം പൃഷ്ഠഭാഗം കുറേയുണ്ട് ഉന്മേഷ നിമിഷങ്ങൾ ദിനരാത്രികളല്ലോ സപ്തസാഗരങ്ങൾ നിൻ കുഷിദേശങ്ങളല്ലോ സപ്തമാരുതന്മാരും നിശ്വാസഗണമല്ലോ നദികളെല്ലാം തവ നാടികളാകുന്നതും പൃഥ്വീധരങ്ങൾ പോൽ അസ്ഥികളാകുന്നതും വൃക്ഷാദൌഷധങ്ങൾ തേരോമങ്ങളാകുന്നതും രക്ഷനാം ദേവൻ തന്നെ ഹൃദയമാകുന്നതും സൃഷ്ടിയായതും തവ രേതസെന്നറിയണം ഉത്തമാം മഹീപദേ കേവലജ്ഞാനശക്തി സ്ഥൂലമായുള്ള വിരാട് പുരുഷ രൂപം തവ കാലേ നിത്യവും ധ്യാനിക്കുന്നവനുണ്ടാം മുക്തി നിന്തിരുവടിയൊഴിഞ്ഞില്ല കിഞ്ചിന വസ്തു സന്തതമിതരൂപം ചിന്തിച്ചു വണങ്ങുന്നേൻ ഇക്കാലം ഇതിൽ കാളും മുഖ്യമായിരിപ്പോ നീതി കാണാകിയ രൂപം എപ്പോഴും തോന്നിയിടണം താപസവേഷം ധരാവല്ലഭം ശാന്താകാരം ചാപേശുകരം ജടാവൽക്കല വിഭൂഷണം കാനനെ വിചിന്നന്തം ജാനകീം സലക്ഷ്മണം മാനവശ്രേഷ്ഠം മനോജ്ഞം മനോഭവസമം മാനസേ വസിപ്പതീനാലയം ചിന്തിക്കുന്നേൻ ഭാനുവംശോദ്ഭൂതനാം ഭഗവൻ നമോ നമ സർവജ്ഞൻ മഹേശ്വരൻ ഈശ്വരൻ മഹാദേവൻ സർവനവ്യയൻ പരമേശ്വരിയോടും കൂടി നിന്തിരുവടിയെയും ധ്യാനിച്ചുകൊണ്ടു കാശ്യാം സന്തതമിരുന്നരുളിടുന്നു മുക്ത്യർത്ഥമായി തത്രൈവ മുമുക്ഷുക്കളായുള്ള ജനങ്ങൾക്കു തത്വബോധാർത്ഥം നിത്യം താരക ബ്രഹ്മവാക്യം രാമരാമേതി കനിഞ്ഞുപദേശവും നൽകി സോമനാം നാഥൻ വസിച്ചിടുന്നു സദാകാലം പരമാത്മാവു പരബ്രഹ്മം നിന്തിരുവടി പരമേശ്വരനായതറിഞ്ഞു വഴി പോലെ മൂഢന്മാർ ഭവതത്വം എങ്ങനെ അറിയുന്നു മൂടിപ്പോകയാൽ മഹാമായ മോഹാന്തകാരേ രാമഭദ്രായ പരമാത്മനെ നമോ നമ രാമചന്ദ്രായ ജഗൽ സാക്ഷിണേ നമോ നമ പാഹി മാം ജഗന്നാഥ പരമാനന്ദരൂപ പാഹി സൗമിത്രി സേവ്യ പാഹി മാം ദയാനിധേ നിർമഹാമായാദേവി എന്നെ മോഹിപ്പിച്ചിടാൽ അംബുജ വിലോചന സന്തതം നമസ്കാരം നിത്യമർപ്പിച്ചു ഭക്ത്യാ സ്തുതിച്ച ഗന്ധർവനോടുത്തമ പുരുഷനാം ദേവനും അരുൾ ചെയ്തു സന്തുഷ്ടനായേന്തവ സ്തുത്യ നിശ്ചല ഭക്ത്യാ ഗന്ധർവ ശ്രേഷ്ഠ ഭവാൻ മൽപദം പ്രാപിച്ചാലും സ്ഥാനം മേ സനാതനം യോഗീന്ദ്രഗമ്യം പരമാനന്ദം പ്രാപിക്കനീ മൽപ്രസാദത്താലിടൂ അത്രയുമല്ല പുനരൊന്നനുഗ്രഹിപ്പേ ഞാൻ ഈ സ്തോത്രം ഭക്ത്യാ ജപിച്ചിടുന്ന ജനങ്ങൾക്കും മുക്തി സംഭവിച്ചിടുവില്ല സംശയമേതും ഭക്തനാം നിനക്കഥ പതനമിനി വരാ ഇങ്ങനെ വരം വാങ്ങിക്കൊണ്ടു ഗന്ധർവശ്രേഷ്ഠൻ മംഗലം വരുവാനായി തൊഴുതു ചൊല്ലിടിനാൻ മുമ്പിലാ മാറു കാണാം മതങ്കാശ്രമം തത്ര സംപ്രതി വസിക്കുന്നു ശബരി തപസ്വിനി തൊൽപാദാംബുജ ഭക്തി കൊണ്ടേറ്റം പവിത്രയായി എപ്പോഴും ഭവാനെയും ധ്യാനിച്ചു വിമുക്തയായി അവളെ ചെന്നു കണ്ടാൽ വൃത്താന്തം ചൊല്ലും അവനീ സുത തന്നെ ലഭിക്കും നിങ്ങൾക്കെന്നാൽ ജാനകി ജീവനസ്മരണം ജയ ജയ രാമ രാമ ഗന്ധർവനെ വഞ്ചൊല്ലി മറഞ്ഞോരനന്തരം സന്തുഷ്ടന്മാരായൊരു രാമലക്ഷ്മണന്മാരും ഘോരമംവനത്തൂടെ മന്ദം മന്ദം മൂച്ചെന്നു ചാരുതീർന്ന ശബര്യാസമുഖം പൂക്കാൽ സമർമ്മത്തോടും പ്രത്യുത്തായ
വെച്ചത് പദം പൂർവികത്തിങ്കൽ സന്തോഷപൂർണ്ണ സ്നേഹങ്ങളോട് അവളും ആനന്ദം ഉൾക്കൊണ്ടു ഭാഗ്യാഖ്യങ്ങൾ ആസനാദികളാലേ ഉദിച്ചു തൽപാദനീർത്ഥാഭിഷേകവും മോചനത്തിന് വടമൂലങ്ങൾ നൽകിയിനാൽ പുഴയും പരിഗ്രഹിച്ചാനന്ദിച്ചിരുന്നിരു രാജീവനേക്കന്മാരും രാജനന്ദനന്മാരും അന്നേരം ഭക്തി കൊണ്ടു നാളകൾ തന്നെയായി വന്നേനം എന്നുടെ ഗുരുഭൂതന്മാരായ മുനിജനം നിന്നെയും പൂജിച്ച് അനേകായിരത്താണ്ടുവാണ് അന്ന് ഞാൻ അവരെയും ഇത് സൂക്ഷിച്ചിരുന്നിരു പിന്നെ ബ്രഹ്മവനം ഭാവിച്ചാലവർകളും എന്നോട് ചെന്നാലോ ഏതുമേ കേറിയാലും തന്നെ നീ വനിച്ചാലും ഇവിടെ തന്നെ നിത്യം പരൻപുരുഷൻ പരമാത്മാ വന്നവതരിച്ചൊരു രാസസവധാർത്ഥമാൻ നമ്മയും സമ്മത്തെയും രക്ഷിച്ചുകൊള്ളുവാനിപ്പോൾ ഞങ്ങളെന്ന് ചിത്രകൂടത്തികൾ വന്നിരിക്കുന്നു വന്നേടുമിവിടേക്ക് രാഘവൻ എന്നാലും തന്നെയും കണ്ടു ദേഹത്യാവും ചെയ്താലും വന്നേടുമെന്നാൽ മോശം നിനക്കുമെന്നു നൂനം വന്നിരവണ്ണം ഗുരുഭാഷിതം സത്യമല്ലോ നിന്നിരുവടിയുടെ വരവും പാർത്തു നിന്നിരുവടിയെയും ജാനിച്ചു വസിച്ചു ഞാൻ വിവാദം കണ്ടുകൊള്ളുവാൻ മൽഭൂതന്മാരാം താപസന്മാർക്ക് പോലും യോഗം വന്നീലയല്ലോ ജ്ഞാനമില്ലാതെ ഹീനജാതിയിലുള്ള മൂടനാൻ ഇതിനൊട്ടും അധികാരിണിയല്ലയല്ലോ വാഗ്മനോവിജയമല്ലാതൊരു ഭഗവദ്രൂപം കാണാൻ അവകാശം വന്നത് മഹാഭാഗ്യം കിഴലിനെ പോക്കി സ്തുതിച്ചു കൊള്ളുവാനും ഈ ഉൾക്കമലത്തിലറിയപ്പോകാതയാമിതേ രാഘവനത് 8 ശബരിയോട് ചെന്നാൽ ആകുലം കൂടാതെ ഞാൻ പറയുന്നത് കേൾവി പുരുഷ സ്ത്രീ ജാതി നാമാസാമതകളുള്ള കാരണം ഭജനത്തിനു ജഗത്രയേ ഭക്തിയൊന്നൊഴിഞ്ഞു മറ്റില്ല കാരണമേതും മുക്തി വന്നിടുവാനില്ല മറ്റേതുമൊന്നും തീർത്ഥസ്നാനാദി തപോദാന വേദാധ്യയന ക്ഷേത്രോപവാസയാഗാഖില കർമ്മങ്ങളാൽ ഒന്നിനാൽ ഒരു ഉത്തരം കണ്ടു കിട്ടുകയില്ല എന്നീ മത്ഭക്തി ഒഴിഞ്ഞുകൊണ്ടൊരു നാളും ഭക്തിസാധനം സംക്ഷേപിച്ച് ഞാൻ ചൊല്ലിയിരുന്നു ഉത്തമേ കേട്ടുകൊള്ളുക മുക്തി വന്നിടുവാനായി മുഖ്യസാധനമല്ലോ സജ്ജന സംഘം പിന്നെ മൽക്കധാരാവം 2ാം സാധനം മൂന്നാമതും മൽഗുണേരനം പിന്നെ മൽപജോ വ്യാഖ്യാകൃത്വം മൽക്കലാജാതോജാവാസന 5ാമതും പുണ്യശീലത്വം യമനേമാദികളോടും എന്നെ മുട്ടാതെ പൂജിക്കുന്നുള്ളത് 6ാമതും മന്മൻഗോവാസകത്വം 7ാമത് 8ാമതും മംഗളശീലേ ഇട്ടുധരിച്ചു കൊള്ളേണം നീ സർവഭൂതങ്ങളിലും മന്മതിയുണ്ടാകുകയും സമതാമൽ ഭക്തന്മാരിൽ പരമസ്ഥിത്യവും സമഭാവ്യാർത്ഥങ്ങളിൽ വൈരാഗ്യം ഭവിക്കുകയും സവലോകാത്മാ ഞാൻ എപ്പോഴും ഉറക്കുകയും മത്തത്വ വിചാരം കേളും 9ാമതൂപത്തെ ചിത്തശുദ്ധിക്കു മൂലമാക്കി സാധനം നൂനം ഉക്തമായതു ഭക്തി സാധനം നവവിധ ഉക്തമേ ഭക്തി നിത്യമാക്കുള്ളൂ വിചാരിച്ചാൽ നിത്യജ്ഞോനിജങ്ങൾക്കെന്നാകിലും മൂഢന്മാരാ നാരികൾക്കെന്നാകിലും പുരുഷനെന്നാകിലും പ്രേമലക്ഷണമായ ഭക്തി സംഭവിക്കുമ്പോൾ വാമലോചനേ മമ തത്വാനുഭൂതിയുണ്ടാം തത്വാനുഭവ സിദ്ധനായ മുക്തിയും വരും തത്വജന്മനിമത്തിനോ ഉത്തമതബോധനേ ആകയാൽ മോക്ഷത്തിനു കാരണം ഭക്തി തന്നെ ഭാഗവതാഠ്യേ ഭഗവത് പ്രിയേ മുനിപ്രിയേ ഭക്തിയുണ്ടാകൊണ്ടു കാണായി വന്നിരുത്തവർ മുക്തിയോ മറുത്തിരു നിനക്കൂത്തബോധനേ ജാനകീ മാർഗമറിഞ്ഞതിൽ നീ പറയണം കേനവാ നീതാ സീതാ മൽപ്രിയ മനോഹരി രാഘവവാക്യമേവം കേട്ടു ദൂഷപരിയും ആകുളമകുളമാതരാൽ ചെയ്താൽ സർവവും അറിഞ്ഞിരിക്കുന്ന നെഞ്ചിരോടി സർവജ്ഞനെന്നാകിലും ലോകാനുസരണാർത്ഥം ചോദിച്ച മൂലം പറഞ്ഞിടുവേ ഇല്ലാദേവി ഖേദിച്ചു ലങ്കാവിടി തന്നെ വാഴുന്നു നൂനം കൊണ്ടുപോയത് ദശകണ്ഠനെന്നറിഞ്ഞാലും കണ്ടിത് ദിവ്യ ദിശാതണ്ടലർന്നകളെ ഞാൻ മംഗലം മാറും കുറഞ്ഞെന്ന് തെക്കോട്ട് ചെന്നാൽ അഭയം സരസിനെ കാണാൻ തൽപുരോഭാഗിയെ പശ്യപർവ്വതകര ദൃശ്യമുഖാഖ്യം തത്ര വിശ്വസിച്ചിരിക്കുന്നു സുഗ്രീവൻ കവിശ്രേഷ്ഠൻ 4 മന്ത്രങ്ങളോടും കൂടിയ മാർത്താണ്ഡാത്മജൻ ബാലിയെ പേടിച്ച് സംഗീതമായി അനുദിനം
പാലിക്കൂണി ശാപം പേടിച്ചു ചെന്നുകൂടാ. പലരും ചെയ്യുക ഭഗവാൻ അവനെ വഴി പോലെ സഖ്യവും ചെയ്തു കൊള്ളുക സുഗ്രീവൻ തന്നോടെന്നാൽ ദുഃഖങ്ങളെല്ലാം ചെന്നു കാര്യവും സാധിച്ചിടും. എങ്കിൽ ഞാൻ അഗ്നിപ്രവേശം ചെയ്തു പാദമങ്കുരത്തോട് ചെന്നുകൊള്ളുവാൻ തുടങ്ങുന്നു. പാർക്കീടം മൂർത്തമാക്കും ഭഗവാന ദൈവമേ മായാഗിരവഞ്ചന ഹൃദയാനിധേ. ഭക്തി പൂർണിത്തമുക്താദേഹത്യാഗവും ചെയ്തു മുക്തിയും സിദ്ധിച്ചതു ശബരി സർവകാലം. ഭക്തവത്സരൻ പ്രസാദിക്കിൽ ഇനിവർക്കെന്നിലെത്തിയിടും മുക്തി നീചജാതികൾക്കെന്നാകിലും പുഷ്കരനേത്രൻ പ്രസാദിച്ചിലോ ജന്തുക്കൾക്ക് ദുർഘരമായിട്ടൊന്നുമില്ലെന്ന് ധരിക്കണം. ശ്രീരാമഭക്തി തന്നെ മുക്തിയെ സിദ്ധിപ്പിക്കും. ശ്രീരാമപാദംബുജം സേവിച്ചുകൊള്ളുക നിത്യം. ഓരോരോ മന്ത്രതത്വ ധ്യാന കർമാദികളും ദൂരെ സഞ്ചരിച്ചു. ഗുരുനാഥോപദേശാൽ ശ്രീരാമചന്ദ്രൻ തന്നെ ധ്യാനിച്ചുകൊള്ളുക നിത്യം. ശ്രീരാമമന്ത്രം ജപിച്ചിടുക സദാകാലം. ശ്രീരാമചന്ദ്രകഥ കേൾക്കുകയും ചൊല്ലുകയും ശ്രീരാമഭക്തന്മാരെ പൂജിച്ചുകൊള്ളുകയും ശ്രീരാമമയം ജഗൽ സർവമെന്നുറക്കുമ്പോൾ ശ്രീരാമചന്ദ്രൻ തന്നോട് ഐക്യവും പ്രാപിച്ചിടാം. രാമരാമേതി ജപിച്ചിടുക സദാകാലം. ഇത്തമീശ്വരൻ പരമേശ്വരിയോടു രാമഭദ്രവൃത്താന്തമരുൾ ചെയ്തതു കേട്ട നേരം ഭക്തി കൊണ്ടേറ്റം പരവശയായി ശ്രീരാമങ്കൽ ചിത്രവും ഉറപ്പിച്ചു ലയിച്ചു രുദ്രാണിയും കിളിപ്പൈതൽ താനും പരമാനന്ദം പൂണ്ടു ശങ്കരാ ജയിച്ചരുൾ എന്നിരുന്നരുളിനാൾ. ജാനകി ജീവനസ്മരണം ജയ ജയ രാമ രാമ. അധ്യാത്മരാമായണ ഉമാമഹേശ്വര സംവാദേ അരണ്യകാണ്ഡം സമാപ്തം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ശ്രീകൃഷ്ണ ഭഗവാൻ കടലായി ശ്രീകൃഷ്ണ ഭഗവാന്റെ തൃക്കാൽക്കൽ ആരണ്യകാണ്ഡം സമർപ്പിച്ചിരിക്കുകയാണ്. അടുത്തതായിട്ട് കിഷ്കിന്ധാകാണ്ഡ പാരായണം ആരംഭിക്കുകയാണ്. ഓം നമോ ഭഗവതേ, ഇത്ര വരെ എല്ലാവർക്കും ഒരുമിച്ച് വയ്ക്കുക. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. കിഷ്കിന്ധാകാണ്ഡം. ശാരിക പൈതലേ ചാരുശീലേവരി വാരോമലേ കഥാശേഷവും ചൊല്ലുനീ. ചൊല്ലുവേനെങ്കിലലങ്കാരി ശങ്കരൻ വല്ലഭയോടരുൾ ചെയ്ത പ്രകാരങ്ങൾ. കല്യാണശീലൻ ദശരഥ സൂനു കൗസല്യാകനയന വരജൻ തന്നൊടും പമ്പാസരസ്ഥടം ലോകമനോഹരം സംപ്രാപ്യ വിസ്മയം പൂണ്ടരുളിടിനാൻ. ക്രോശമാത്രം വിശാലം വിശദാമൃതം ക്ലേശവിനാശനം ജന്തുപൂർണസ്ഥലം. ഉൽഫുല്ല പത്മകൽഹാര കുമുദ നീലോൽപല മണ്ഡിതം ഹംസകാരണ്ഡവ ഷഡ്പദ കോകില കുക്കുട കോയസ്തി സർപ്പസിംഹവ്യാഘ്ര സൂകര സേവിതം പുഷ്പലതാപരീ വേഷ്ടിത പാദപ സൽഫലാ സേവിതം സന്തുഷ്ടജന്തുകം കണ്ടു കൗതൂഹലം പൂണ്ടു തണ്ണീർ കുടി ഇണ്ടലും തീർത്തു മന്നം നടന്നിടിന. ജാനകി ജീവനസ്മരണം ജയ ജയ രാമ രാമ. സുശീലേ ഭൂതലേ ഭൂലോകപാല ബാലന്മാരിരുവരും പാർശ്വസ്ഥലേ സന്തതം നിശ്വാസത്തോടും സീതാവിരഹം പുറാനുകരവേയും ചൂടായുകാർക്കും പറവേയും ആദ്യം കലർന്നു കൈനോലെ തോന്നുപോലെ അങ്ങനെ ഇത്ര നിശ്ചയമൊന്നുമില്ല. വേറെ വായനയൊന്നുമില്ലല്ലോ. കുറച്ചധികം വായിക്കുന്നത് വേറെ പോകാനില്ലല്ലോ. പറ്റുന്ന പോലെ ചെയ്യും. ഇത് വേറെ ഇല്ലല്ലോ. വായനയില്ലാത്ത ദിവസമല്ലേ വായിക്കാൻ കഴിയും. മറ്റന്നാളൊന്നും വായിക്കാനേ കഴിയും. കർമ്മ
അതിനവിടെ ഇതെല്ലാം കഴിഞ്ഞിട്ട് പോയാൽ പോരെ, നിങ്ങൾക്ക് ലാസ്റ്റ് പോയാലും പോരെ, നിങ്ങൾക്ക് ലാസ്റ്റിലായിട്ട് പോയാലും കുറച്ച് വായിച്ചാൽ പോരെ. അതിന് അതിന് എത്ര കേൾക്കുന്നുണ്ട്. ഇന്ന് നാരായണത്തിൽ നിന്ന് അതിന് ആളൊരുപാടുള്ളതുണ്ട്. സമയമുള്ളതുകൊണ്ട് തങ്കച്ചിക്കാവുന്ന പോലെ പോയാൽ പോരെ, അങ്ങനെ തിരക്കിട്ട് പോകണമെന്നില്ല. അല്ലല്ല ഓർ ഇഷ്ടപ്പെട്ടു പോന്നെ. അത് പിന്നെ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. കാപ്പി വെച്ചുകൊണ്ട് സഞ്ചരിക്കുന്നിതു ലീലയാഭൂപാലനാശനാർത്ഥം പരിപാലനത്തിനു ഭക്താനാം മതീതലെ വന്ധുരാജന് വേഷേണ തിളന്നൊരു പുണ്യപുരുഷന്മാർ പൂർണ്ണഗുണവാന്മാർ കർത്തും ജഗസ്ഥിതി സംഹാര സർഗങ്ങൾ ഉത്യദൗലീലയാ നിത്യസ്വതന്ത്രന്മാർ മുക്തി നൽകുന്നര നാരായണന്മാരെ ഉൾത്താരി നിന്നു തോന്നുന്നു നിരന്തരം. ഇത്തം പറഞ്ഞു തൊഴുതു നിന്നിടുന്ന ഭക്തനെ കണ്ടു പറഞ്ഞു ജഗുത്തമൻ വശ്യസദേവടു രൂപിണൻ ലക്ഷ്മണ നിശേഷ ശബ്ദശാസ്ത്ര മനേനശ്രുതം ശബ്ദമെങ്ങുമേ വാക്കിങ്കൽ നല്ല വൈകാരനാൻ വടു നിർണയം മാനവശ്രേഷ്ഠനെ നോക്കി ലഘുതരം രാമനെ നാമം ദശരഥ ഭൂമിപാലേന്ദ്ര തനേരിയം മമ സോദരനാകിയ ലക്ഷ്മണേ ജാതമൂലം പരമാത്മനെ ജാനകിയായ ശ്രീലിയെന്നുണ്ടൊരു മാനിനികളുടെ വാമിനി കൂടവേ ആദനിയോഗേന കാനന സിംഹനിയാതന്മാരായി തപസ്സു ചെയ്തിടുവാൻ ദണ്ഡകാരണ്യെ വസിക്കുന്ന നാളതി ചണ്ടനായൊരു നിശാചരൻ വന്നുടൻ ജാനകി ദേവിയെ കണ്ടുകൊണ്ടിരിക്കാൻ കാനനെ ഞങ്ങൾ തിരഞ്ഞു നടക്കുന്നു. കണ്ടിരവളെ ഒരിടത്തു നിന്നിക കണ്ടു കിട്ടി നിന്നെ നീയാരതോ സഖേ ചൊല്ലിയിടുവെന്നതു കേട്ടതു മാരുതി ചൊല്ലി ഞാൻ കൂട്ടിട്ടൊഴുതു കുതൂഹല സുഗ്രീവനാകിയ ബാലകേന്ദ്രൻ പർവ്വതത്രേ വസിക്കുന്നു തത്ര രഘുപതേ മന്ത്രികളായ ഞങ്ങൾ 4 പേരുണ്ടല്ലോ സന്തതം കൂടെ പിരിയാതെ വാഴുന്നു. അഗ്രജനാകിയ ബാലിക ഈശ്വരൻ മുദ്രനാട്ടിക്കളഞ്ഞിരുന്നാൽ തമ്പിയെ സുഗ്രീവനുള്ള പരിഗ്രഹം തന്നെയും അഗ്രജൻ തന്നെ പരിഗ്രഹിച്ചിടിനാൽ ദൃശ്യമുഖാചലം സങ്കേതമായി വന്നു വിശ്വാസം മൂടിയിരിക്കുന്നു ചർക്കാത്മജൻ. ജ്ഞാനവൻ തങ്ങളുടെ കൃത്യനായുള്ള ഒരു വാനരൻ വായു തനയൻ മഹാമതേ നാമധേയം ഹനുമാനൻ ജനാത്മജൻ നാമയം തീർത്തു രക്ഷിച്ചു കൊള്ളേണമേ. സുഗ്രീവനോട് സഖ്യം ഭാവാനുണ്ടെങ്കിൽ നിഗ്രഹിക്കാം ഇരുവർക്കും ഇവിടെ വേല ചെയ്യാം അതിനാവോളമാശു ഞാൻ ആലംബനം മറ്റെനിക്കില്ല ദൈവമേ. ഇത്തം തിരുമനസ്സെങ്കിലെഴുന്നള്ളു ഉൾത്താപമെല്ലാം അകലും ദയാനിതേ ഉണർത്തിച്ചു നിജാകൃതി കൈക്കൊണ്ടു നിന്നു തിരുമുമ്പിലാമാറുമാരുതി ഭോഗമസ്കന്ധമേറിടുവിൻ നിങ്ങൾ ആകുലഭാവം അകലെ കളഞ്ഞാലും. അപ്പോൾ ശബരീരൻ വാക്കുകളോർത്തു കണ്ടു ഉൽപ്പനേത്രൻ അനുവാദവും ചെയ്തു. ശ്രീരാമലക്ഷ്മണന്മാരെ കഴുത്തില മാറങ്ങെടുത്തു നടന്നിരു മാരുതി സുഗ്രീവ സന്നിധം കൊണ്ടു ചെന്നിടിനാർ വ്യഗ്രങ്ങളി ഭാസ്കരാനന്ദന ഭാഗ്യമഹോഭാഗ്യമൂർത്താളമെത്രയും ഭാസ്കര വംശസമുത്ഭവന്മാരായ രാമനും ലക്ഷ്മണനാകുമാരനുജനും കാമധരാകാം ഇവിടേക്ക് എഴുന്നള്ളി സുഗ്രീവനോടി വണ്ണം പറഞ്ഞ ത്രീശ്വരാഗ്രേ മഹാതരുച്ഛായാതലേ തഥാ വിശ്വൈകനായകന്മാരാകുമാരന്മാർ വിശ്രാന്ത തേജസ നിന്നരുളീടിനാർ വാദാത്മജൻ പരമാനന്ദം ഉൾക്കൊണ്ടു നീതിയോടർക്കാത്മജനോട് ചൊല്ലിനാൽ നീതി കളകമി മിത്രഗോത്രേ വന്നു ജാതന്മാരായ ഒരു യോഗേശ്വരന്മാരി ശ്രീരാമലക്ഷ്മണന്മാരെന്നെഴുന്നള്ളിയ താരയും പേടിക്ക വേണ്ട ഭവാനിനി വേഗേന ചെന്നു വന്നിച്ചു സത്യം ചെയ്തു ഭാഗവത പ്രിയനായി വസിച്ചിടുക. പ്രീതനായ ഒരു സുഗ്രീവനും അന്നേരം ആദരപൂർവം മുത്തായ സസംഭ്രമം ഇഷ്ടവനാഥം ഇരുന്നരുളിടുവാൻ ഇഷ്ടരാർത്ഥം നല്ല പല്ലവജാലങ്ങൾ പൊട്ടിച്ചവനിട്ടാനതു നേരം ഇഷ്ടനമാരുതി ലക്ഷ്മണനും മുടി ഇട്ടതു കണ്ടു സൗമിത്രി സുഗ്രീവനും പുഷ്ടമോദാലോ ദീക്ഷിത്തരുളിടിനാൻ പുഷ്ടി പൂണ്ടെല്ലാവരും ഇരുന്നിടിനാൻ
നഷ്ടമായി വന്നിരു സന്താപ സംഘവും. മിത്രാത്മജനോട് ലക്ഷ്മണൻ ശ്രീരാമ വൃത്താന്തമെല്ലാം അറിയിച്ചതു നേരം വീരനാമാദിത്യ നന്ദനൻ മോദേന ശ്രീരാമചന്ദ്രനോടാശി ചൊല്ലിയിനാൽ നാരീമണിയായ ജാനകി ദേവിയെ ആരാഞ്ഞറിഞ്ഞു കഴിയുന്നുണ്ട് നിർണയം. ശത്രുവിനാശത്തിന് ഇന്നടിയനൊരു മിത്രമായി വേല ചെയ്യാൻ തവാജ്ഞാവശാൽ ഏതുമിതു നിരൂപിച്ചു ദേവി കരുത ആദികളൊക്കെ അകറ്റുവൻ നിർണയം. രാവണൻ തന്നെ സകുലം വധം ചെയ്തു ദേവിയെയും കൊണ്ട് പോരുന്നതുണ്ട് ഞാൻ. ഞാനൊരവസ്ഥ കണ്ടേനൊരു നാളത് മാനവവീരാ തെളിഞ്ഞു കേട്ടിരണം. മന്ത്രികൾ 4 പേരും ഞാനുമായ ചലാന്തേ വസിക്കുന്നു കാലം ഒരു ദിനം. പുഷ്കരനേത്രയായൊരു തരുണിയെ പുഷ്കരമാർഗേണ കൊണ്ടുപോയാനൊരു രക്ഷോപരനതു നേരുമ സുന്ദരി രക്ഷിപ്പതനാരുമില്ലാനുദീനിയാൽ. രാമരാമേതി മുറിയിടുന്നു തവ ഭാമിനി തന്നെ അവളെന്നത്രേ വരൂ. ഉത്തമയായവൾ ഞങ്ങളെ പർവ്വതേ നോർത്തമാങ്കെ കണ്ട നേരം പരവശാൽ ഉത്തരീയത്തിൽ പൊതിഞ്ഞാഭരണങ്ങള അദൃശ്യലോ വഴി നിക്ഷേപണം ചെയ്ത ഞാനതു കണ്ണിങ്ങെടുത്തു സൂക്ഷിച്ചു വെച്ചേനതു കാണണമെങ്കിലോ കണ്ടാലും ജാനകി തന്നെ ആഭരണങ്ങളല്ലോ മാനവവീര ഭവാനറിയാമല്ലോ എന്നു പറഞ്ഞതെടുത്തു കൊണ്ടുവന്നു മന്നവൻ തന്നെ തിരുമുമ്പിൽ വെച്ചിരുന്നാൽ അർണോജനേത്രൻ എടുത്തു നോക്കുന്നേരം കണ്ണുനീർ തന്നെ കുശലം വിചാരിച്ചു. എന്നെ കണക്കെ പിരിഞ്ഞിതോ നിങ്ങളും തൊന്നങ്കിയാകിയ വൈദേഹിയോടയോ സീതേ ജനകനാത്മജേ മമ പല്ലവേ നാദേ നളിന ബലായതലോചനെ രോദനം ചെയ്തു വിഭൂഷണ സന്ധ്യയാദിപൂർവം തിരുമാറിലും പുരുഷന്മാരെ ലോകനാഥൻ കറങ്ങി തുടങ്ങിനാൻ. ശോഭനം കലർന്നു കിടക്കുന്ന രാഘവനോട് പറഞ്ഞിരു ലക്ഷ്മണൻ ദുഃഖിയായതുമേ രാവണൻ തന്നെയും ഹെഡിങ് ഉണ്ടാണ് ഞാൻ വായിക്കാം പറയാം നിങ്ങൾ വായിച്ചു. നിഗ്രഹിച്ചംബുജ നേത്രയാം സീതയെ കൈക്കൊണ്ടുകൊള്ളാം പ്രസീത പ്രഭുവരെ. സുഗ്രീവനും പറഞ്ഞാലു കേട്ടുടൻ വെற்றிയായി കേടുമേ രാവണൻ തന്നെയും. നിഗ്രഹിച്ചാച്ചു നൽകിയിടുവാൻ സീതയെ കൈക്കൊണ്ട ധൈര്യം ദരിദ്രീപദേവിതോ. ലക്ഷ്മണ സുഗ്രീവ വാക്കുകളിങ്ങനെ തൽക്ഷണം കേട്ടു ദശരഥപുത്രനും. ദുഃഖവുമൊത്തു ചുരുക്കി മരുവിനാൻ മർക്കട ശ്രേഷ്ഠന മാരുതി അന്നേരം അഗ്നിയെയും ജ്വലിപ്പിച്ചു ശുഭമായ രത്നവും വാർത്തു ചെയ്യിപ്പിച്ചു സദ്യവും. സുഗ്രീവന്മാരത്ന സാക്ഷിയാൽ സത്യവും ചെയ്തു പരസ്പരം കാര്യവും സിദ്ധിക്കുമെന്നുറച്ചാത്മ വേദം കളഞ്ഞുത്തംഗമായ ചൈരാഗ്രേ മരുവിനാൻ. ഭാര്യയും താനും പിണക്കമുണ്ടായതിൽ മൂലമെല്ലാം ഉണർത്തിച്ചീരിനാൻ. ജാനകി ജീവനസ്മരണം ജയ ജയ രാമ രാമ. ഉണ്ടായതു മയൻ തന്നെ പുത്രനായി യുദ്ധത്തിനാരുമില്ലാഞ്ഞ മരിച്ചവൻ ഉദ്ധതനായി നടന്നിടും ദശാന്തരെ. കിഷ്കിന്ധയാ പുരിപുക്ക് വിളിച്ചിതോ മർക്കടാതിചരനാകിയ ബാലിയെ വിളിക്കുന്നതു കേട്ടതി പുത്രനാം ബാലി പുറപ്പെട്ടു ചെന്നുടൻ മുഷ്ടികൾ കൊണ്ട് താടിച്ചു കൊണ്ടതി ദുഷ്ടനാം ദൈത്യനും പേടിച്ചു മണ്ടിനാൽ വാനര ശ്രേഷ്ഠനും ഓടിയെത്തിയിടിനാൻ. ഞാനും അതുകൊണ്ട് ചെന്നിതു പിന്നാലെ ദാനവൻ ചെന്നു ഗുഹയിൽ ഉൾപ്പൊക്കിലു വാനര ശ്രേഷ്ഠനും എന്നോട് ചൊല്ലിനാൻ. ഞാനിതൻ പൊക്കിവൻ തന്നോയെ ഒടുക്കുവൻ നൂനം വിലദ്വാരി നിൽക്കനീ നിർഭയം ക്ഷീരം വരികിൽ അസുരൻ മരിച്ചിടം ചോര വരികിൽ അടച്ചുപോയി വാഴുകനീ. യുദ്ധം പറഞ്ഞതിൽ പൊക്കിത് ബാലിയന്തത്ര വിലദ്വാരി നിന്നേനടീനും പോയിതു കാലം 1 മാസം എന്നിട്ടോ മകതനായതുമില്ല കവീശ്വരൻ. വന്നിതോ ചോര വിലമുഖം തന്നിൽ നിന്നെന്നുള്ളിൽ നിന്നു വന്നു പരിതാപവും അഗ്രജൻ തന്നെ മായാവി മഹാസുരൻ നിഗ്രഹിച്ചാനെന്നുറച്ച് ഞാനും തഥാ ദുഃഖം ഉൾക്കൊണ്ട് കിഷ്കിന്ധ മുക്കീടിനേൻ മർക്കട വീരരും ദുഃഖിച്ചതു കാലം. വാനരാധീശ്വരന്മാർ അഭിഷേകവും വാനരേന്ദ്രന്മാരെനിക്കു ചെയ്തിടിനാർ. ചെന്നിതു കാലം കുറഞ്ഞൊന്നു പിന്നെയും വന്നിതു ബാലി മഹാബലവാന്തത. കല്ലിട്ടു ഞാൻ വിലദ്വാരം അടച്ചതു കൊല്ലുവാനെന്നോർത്ത് കോപിച്ചു ബാലിയും കൊല്ലുവാനെന്നോടടുത്തു ഭയേന ഞാൻ എല്ലായിടവും ഇരിക്കരുതാഞ്ഞെങ്ങും നിളെ നടന്ന് മുഴന്നിടും ദശാന്തരെ. ബാലി വരികയില്ലത്ര ശാപത്തിനാൽ ഋഷ്യമുഖാചലെ വന്നിരുന്നേടിനേൻ.
വിശ്വാസമോട് ഞാൻ വിശ്വനാഥ വിഭോ മൂഢനാം ബാലി പരിഗ്രഹിച്ചിടിനാൽ നൂഢരാഗം മമ വല്ലഭ തന്നെയും നാടും നഗരവും പത്നിയും എന്നുടെ വീടും പിരിഞ്ഞു ദുഃഖിച്ചിരിക്കുന്നു ഞാൻ. തുൽപാദ പങ്കേരുവ സ്പർശ കാരണാലിപ്പോൾ അതീവ സുഖവുമുണ്ടായി വന്നു. മിത്രാത്മജോക്തികൾ കേട്ടോരനന്തരം മിത്രദുഃഖേന സന്തപ്തനാം രാഘവൻ ചിത്തകാരുണ്യം കലർന്നു ചൊന്നാൻ. തവാ ശത്രുവിനെ കൊന്നു പത്നിയും രാജ്യവും വിത്തവുമെല്ലാം അടക്കിത്തരുവൻ ഞാൻ. രാമഭാഷിതം കേവലം മാനവേന്ദ്രോക്തികൾ കേട്ടു തെളിഞ്ഞൊരു ഭാനു തനയനും ഇങ്ങനെ ചൊല്ലിനാൻ. സ്വർലോകനാഥജനാകിയ ബാലിയെ കൊല്ലുവാനേ ഏറ്റവും പണിയുണ്ടു നിർണയം. ഇല്ലവനോളം ബലൻ മറ്റൊരുവനും ചൊല്ലുവൻ ബാലിതൻ ബാഹു പരാക്രമം വന്നു കിഷ്കിന്ധാപുരദ്വാരി മാഹിഷവേഷമായി 5 മിനിറ്റ് കൊണ്ട് വരും. ഒരു 5 മിനിറ്റ് പക്ഷെ നട തുറന്നിട്ടല്ലേ ഇനി. പുറപ്പെട്ടു ചെന്നുടൻ ശൃംഗം പിടിച്ചു പതിപ്പിച്ചു ഭൂമിയിൽ ഭംഗം വരുത്തി ചവിട്ടി പറിച്ചുടൻ ഉത്തമാംഗത്തെ ചുഴറ്റി എറിഞ്ഞിരു രക്തവും വീണുമാശ്രമസ്ഥലേ. ആശ്രമദോഷം വരുത്തിയ ബാലി പോന്നു ക്ഷമുകാതലത്തിങ്കിൽ വരുന്നാകിൽ ബാലിയുടെ തല പൊട്ടിത്തെറിച്ചുടൻ കാലപുരി പോകുമദ്വാക്യ ഗൗരവാൽ എന്നു ശപിച്ചതു കേട്ട് കപീന്ദ്രനും അന്ന് തുടങ്ങി ഇവിടെ വരുവീല. ഞാനും അതുകൊണ്ടിവിടെ വസിക്കുന്ന മാനസേ ഭീതി കൂടാതെ നിരന്തരം ദുന്നുഭിതന്റെ തലയിതു കാൺകൊരു മന്ധരം പോലെ കിടക്കുന്നതു ഭവാൻ. ഇതിനെ ഇന്നിതങ്ങെടുത്തെറിഞ്ഞിടുന്ന ശക്തൻ ഒന്നുകൂടും വീരനെ നിർണയം എന്നതു കേട്ടു ചിരിച്ചു രഘുത്തമൻ തന്നെ തൃക്കാൽ പെരുവിരൽ കൊണ്ടതു തന്നെ എടുത്ത് മേൽപോട്ടെറിഞ്ഞിടിനാൽ ചെന്നു വീണു ദശയോജന പര്യന്തം എന്നതു കണ്ടു തെളിഞ്ഞു സുഗ്രീവനും തന്നെ മന്ത്രികളും വിസ്മയപ്പെട്ടു നന്നെന്നു പുകഴ്ന്നവർ നന്നായി തൊഴുതു നിന്നിടിനാൻ. പിന്നെയും അർക്കാത്മജൻ പറഞ്ഞിടിനാൻ. മന്നവാസപ്തസാലങ്ങളിവയല്ലോ ബാലിക്കു മൽപിടിച്ചിടുവാനുള്ളവ സാലങ്ങളേഴും ഇവനെന്നറിഞ്ഞാലും വൃത്രാരിപുത്രൻ പിടിച്ചിളക്കും നേരം പത്രങ്ങളെല്ലാം കൊഴിഞ്ഞു പോമേഴിനും വട്ടത്തിൽ നിൽക്കും ഇവറ്റ് ഒരമ്പെയ്തു പൊട്ടിക്ക് ബാലിയെ കൊല്ലായി വരുന്നിടം. സൂര്യാത്മജോക്തികളെ ദുഃഖം കേട്ടോരു സുരാനയോക്തനാകിയ രാമനും ചാവും കൊഴിയെ കുലച്ചൊരു സായകൻ ശോഭയോടെ തൊടുത്തെയ്തരുളിയിടിനാൻ. സാലങ്ങൾ 7 പിളർന്നു പുറപ്പെട്ടു ശൈലവും ഭൂമിയും പേരിച്ചു പിന്നെയും ബാണം ജ്വലിച്ചു തിരിച്ചു വന്നാശു തൻ തോണീരമൻപോട് പൊക്കോരനന്തരം വിസ്മിതനായ ഒരു ഭാനു തനയനും സസ്മിതം കൂപ്പിത്തൊഴുതു ചൊല്ലിയിടിനാൻ. സാക്ഷാൽ ജഗന്നാഥനാം പരമാത്മാവ് സാക്ഷിഭൂതൻ നിന്തിരുവടി നിർണയം പണ്ടു ഞാൻ ചെയ്തൊരു പുണ്യഫലോദയം കൊണ്ടു കാണുവാൻ എനിക്കു യോഗം വന്നു. ജന്മമരണ നിവൃത്തി വരുത്തുവാൻ നിർമ്മലന്മാർ പദം. മോക്ഷതനായ ഭവാനെ ലഭിക്കയാൽ മോക്ഷമൊഴിഞ്ഞപേക്ഷിക്കുന്നതില്ല ഞാൻ. പുത്രധാരാത്ത രാജ്യാദി സമസ്തവും വ്യക്തമത്രേ തവ മായാവിരചിതമാകിയാൽ മേ മഹാദേവ ദേവേശ മറ്റാകാംക്ഷയില്ല ലോകേശ പ്രസീതമേ വ്യാപ്തമാനന്ദാനുഭൂതികരം പരം പ്രാപ്തോഹമാകന്തഭാഗ്യഫലോദയ. മണ്ണിനായി കുഴിച്ച നേരം നിധി തന്നെ ലഭിച്ചതുപോലെ രഘുപതി ധർമ്മദാനവ്രത തീർത്ഥ തപക്രമം ധർമ്മപൂർത്തിഷ്ട്യാദികൾ കൊണ്ടൊരുത്തനും വന്നുകൂടാവൊരു സംസാരനാശനം നിർണയം. തുൽപാദഭക്തി കൊണ്ടെന്നിയെ കൽപാദപത്മാവലോകനം കേവലമിപ്പോൾ അകപ്പെട്ടതും തൊൽകൃപാബലം യാതൊരു തെന്നു ചിത്തം നിന്തിരുവടി പാദാംബുജത്തിലിളകാതുറയ്ക്കുന്നു. കാൽക്ഷണം പോലുമെന്നാകിലവൻ തനിക്കൊക്കെ നീങ്ങിടുമജ്ഞാനമനർത്ഥതം ചിത്തം ഭവാങ്കൽ ഉറയ്ക്കായികലും അതി ഭക്തിയോടെ രാമരാമേതി സാധനം ചൊല്ലുന്നവനും ദുരിതങ്ങൾ വേദനമല്ലനായറ്റം വിശുദ്ധനാം നിർണയം. മധ്യവനെങ്കിലും ബ്രഹ്മജ്ഞനെങ്കിലും സദ്യോ വിമുക്തനാം
നാമജപത്തിനാൽ ശത്രുജയത്തിലും ദാരസുഖത്തിലും ചിത്തേയൊരാഗ്രഹമില്ലെനിക്കേതുമേ. ഭക്തിയൊഴിഞ്ഞ് മറ്റൊന്നുമേ വേണ്ടിയില്ല മുക്തി വരുവാൻ. മുകുന്ദാദയാനിധേ ത്വൽപാദഭക്തി മാർഗോപദേശം കൊണ്ട് ഉൽപാടയ ത്രിലോകീപതേ. ശത്രുമധ്യസ്ഥമിത്രാദിഭേദഭ്രമം ചിത്തത്തിൽ അർത്ഥമായി വന്നതു പോകട്ടെ. ത്വൽപാദപത്മാവലോകനം കൊണ്ടെനിക്കുൽപ്പന്നമായതു കേവല ജ്ഞാനവും പുത്രധാരാദി സംബന്ധമെല്ലാം തവ ശക്തിയാമായ പ്രഭാവം ജഗൽപതേ. ത്വൽപാദ പങ്കജത്തിങ്കൽ ഉറയ്ക്കേണം എപ്പോഴും ഉൾക്കാമ്പിനിപുരമാകതേ. ത്വന്നാമ സങ്കീർത്തന പ്രിയയാകേണം എന്നുടരിപ്പ സദാ നാണമെന്നിയെ. ത്വച്ചരണാംബൂരുഹത്തിൽ എപ്പോഴും അർച്ചനം ചെയ്യാൻ കരങ്ങളാൽ നിന്നുടെ ചാരുരൂപങ്ങൾ കാണാൻ നിരന്തരം കർണങ്ങൾ കൊണ്ടു കേൾക്കായി വരേണം സദാ നിന്നുടെ ചാരുചരിതമരാഗതേ. മത്സരണദ്വയം സഞ്ചരിച്ചിരണം അച്യുത ക്ഷേത്രങ്ങൾ തോറും രഘുപതി. ത്വൽപാദപാംശുതീർത്ഥങ്ങളിൽ കാണണം എപ്പോഴും അംഗങ്ങൾ കൊണ്ടു ജഗൽപതേ. ഭക്ത്യാ നമസ്കരിക്കായി വരേണം മുഹൂർത്തമാകൊണ്ടു നിത്യം ഭവൽപദം. ഇത്തം സുഗ്രീവനെ രാഘവൻ ചിത്തം കുളിർത്തു പിടിച്ചു കൊള്ളിയിടണം. അംഗസംഗം കൊണ്ട് കൽമഷം വേരറ്റ് മംഗലാത്മാവായ സുഗ്രീവനെ തഥാ മായാതത്ര മോഹിപ്പിച്ച് തന്നേരം ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ. സത്യമത്രേ നീ പറഞ്ഞതിനോ സഖി. ബാലിയെ ചെന്ന് വിളിക്ക യുദ്ധത്തിനു കാലം കളയരുതേലും. ബാലിയെ കൊന്നുരാച്ചാഭിഷേകം ചെയ്ത് പാലനം ചെയ്തു നിർണയം. അർദ്ധാർത്ഥജനത് കേട്ടു നടത്തിയോ കിഷ്കിന്ധയാപുരി നോക്കി നിരാകുലം ഭഗവന്മാരായ രാമനും മിത്രജഞ്ചു കിഷ്കിന്ധാപുരദ്വാര യുദ്ധത്തിനായി വിളിച്ചിടിനാൻ ബാലിയെ. രൂപവും മറഞ്ഞോ നേടിനാൻ മിത്രഭാവേന രാമാദികളും നേരം വൃദ്ധനാം ബാലി അലറി വന്നീടിനാൻ. മിത്രതനീനം പക്ഷസീ കുത്തിന പുത്രാരിപുത്രനും മിത്രതനേനെ ഭക്തദുരാശു വലിച്ചു കുത്തിയിടിനാൻ. ദുർഗദോഷേന പരസ്പരം രക്തമഞ്ഞേക രൂപധരന്മാരായി ഭക്തി കലർന്നവരും ഒപ്പം പോലും നേരം മിത്രാത്മജാനേയോ പുത്രാരിപുത്രനെ യുദ്ധം തിരിച്ചറിയാതെ മിത്രവിനാശം ശങ്കയാ രാഘവൻ അസ്ത്രപ്രയോഗം ചെയ്തീലതു നേരം. പുത്രമുഷ്ടിപ്രയോഗം കൊണ്ട് രക്തവും ഛർദ്ദിച്ചു വീരനായോടിനാൻ. മിത്രാതനേനും സത്വാരാമാർത്ഥനായി പുത്രാരിപുത്രനും ആലയം പുത്രസ്ഥനായി വന്നു. മിത്രാതനയനും മൃത്യുവിന് കാന്തികെ നിന്നരുളിയിരുന്ന മിത്രാനുയോത്ഭൂതനാകിയ രാമനോട് എത്രയോ മാത്യാപുരുഷൻ ചൊല്ലിനാൻ. ശത്രുവിനെ കൊണ്ട് കൊല്ലിക്കയോ തവ ചിത്തത്തിലോ തറിഞ്ഞീല ഞാനയ്യോ. വധിച്ചു കളഞ്ഞാലും അക്രീണമാം നിന്തിരുവടി താൻ തന്നെ സത്യം പ്രമാണമെന്നോർത്തേനതും പുനരെത്രയും കാലം വിളിച്ചുദയാനിധി. സത്യസന്ധൻ ഭവാൻ എന്ന് ഞാൻ ഓർത്തതും വ്യർത്ഥമാർത്തേ ശരണാഗത വത്സല. മിത്രാത്മജോക്തികൾ ഇത്തരമാകുലാൽ സുഖാരിഭൂതവനുത്തരം ചൊല്ലിയ ബദ്ധാശ്രുനേത്രയനായ ആലിംഗനം ചെയ്തു ചിത്തെ ഭയപ്പെടായി ഗീതം മമ സഖി. അത്യന്ത രോഷവേഗങ്ങൾ കലർന്നോരു യുദ്ധമധ്യേ ഭവാന്മാരെ തിരിയാഞ്ഞു മിത്രഘാതിശങ്ക്യ. ഞാൻ അന്നേരം മുക്തവാനായി അസ്ത്രം ധരിക്ക നീ. ചിത്തഭ്രമം വരായുവാനൊരടയാളം മിത്രാത്മജാതിനക്കുണ്ടാക്കുവാനിനി. ശത്രുവായുള്ള ഒരു ഭാര്യയെ സത്വരം യുദ്ധത്തിനായി വിളിച്ചാലും മടിയാതെ. മിത്രവിനാശനപുത്രനാം അഗ്രജൻ വശഗതനെന്നുറച്ചിടുവി. സത്യമിതമഹം രാമനെന്നാകിലോ മിഥ്യയായി വന്നുകൂടാ രാമഭാഷിതം. ഇത്തം സമാശ്വാസ്യ മിത്രാത്മജം രാമഭദ്രൻ മിത്രാത്മജനോട് ചൊല്ലിനാൻ. മിത്രാത്മജകളെ പുഷ്പമാലിത്യനീ വിദ്വാവിരോടയക്ക യുദ്ധത്തിനായി. ശത്രുജ്ഞാപൂർവ്വത്തിൽ മാന്യവർദ്ധിച്ചു മിത്രാത്മജനെ മാതാരായി ചേർന്നാൻ. മിത്രാരിപുത്രനെ യുദ്ധത്തിനായി കൊണ്ട് മിത്രാത്മജൻ വിളിച്ചിടിനാൻ. പിന്നെയും പുണ്യനായി മഹാസിംഹനാഥം ബദ്ധരോഷം വിളിക്കുന്ന നാദം തഥാ ശുദ്ധാദി വിസ്മിതനായ ഒരു ബാലിയും ബദ്ധാവതികരം യുദ്ധായ സത്വരം ബദ്ധവൈര്യം പുറപ്പെട്ടു. ഒരു നേരത്തു ഭക്തുരഗ്രേ ചെന്നു ബദ്ധാശ്രു നേത്രയായി മധ്യേ
ബാല്യവധം രാവണവധം എപ്പോഴും കയ്യിലെത്ര ഓർക്കണം. പുരുഷനിരിക്കുന്നു വീരുവായുള്ളിലടച്ചത് ചൊല്ലുനീ വൈരിയെ കൊന്നു വിരവിൽ പരുവൻ ഞാൻ ധീരത കൈക്കൊണ്ടിരിക്ക നീ വല്ല കേട്ടാലേ ചെന്നാളത് കേട്ട് അവനോട് വീരശിഖാമണി കേട്ടാൽ വീട്ടിൽ നീ കാനനത്തികൾ നായാട്ടിന് പോയത് താനേ മമസുധാനങ്കതനം നേരം കേട്ടോരു ദത്തമോനോട് ചൊന്നാനത് കേട്ടിട്ടു ശേഷം യഥോചിതം പോക നീ ശ്രീരാമൻ ദശരഥനാം അയോധ്യാധിപൻ രാമനെന്നുണ്ടവൻ തന്നുടേ നന്ദനൻ ലക്ഷ്മണനാകും അഞ്ജനോടും ജനശ്രീസമയായ സീതയോടും അവൻ അതിലും വന്യാസനായി തപസ്സു ചെയ്തിടുവാൻ ദുഷ്ടരായുള്ള ഒരു രാവണ രാക്ഷസൻ കണ്ടുകൊണ്ടാൻ അവൻ തങ്ങളുടെ ഭക്തിയെ ലക്ഷ്മണൻ അവനോടും അവളെ അന്വേഷിച്ചു ദർശനം മുഖാചര്യ വന്നിരുന്നു മിത്രാത്മജനെയും തത്ര കണ്ടീരിനാൽ മിത്രമായി വാഴ്ത്തിയെന്ന് അന്യോന്യം ഒന്നിച്ചു സഖ്യവും ചെയ്തുകൊണ്ട് ഒരഗ്നി സാക്ഷിയായി ദുഃഖശാന്തിക്കും ഇരുവരുമായുടൻ ദാരിപുത്രനെ കൊന്നു കിഷ്കിന്ധയിൽ മിത്രാത്മജ നിന്നെ വാഴിപ്പാൻ എന്നോട് സഖ്യവും ചെയ്തു കൊടുത്തിരുവരാകവൻ സത്വരമത്ത തന്നേരം അന്നേരം തുടക്കം വ്യത്യാസമാണ്. ശരണമായി വേഗേന ചൊല്ലിക്കരഞ്ഞു കാലം പിടിച്ചങ്ങനെ താരം നമസ്കരിക്കും വിധം വ്യാകുലഹീനം രാഘവശേനം പറഞ്ഞതു ബാല്യ സ്ത്രീ സ്വഭാവം കൊണ്ട് പേടിയായി ഏതുമേ നാസ്തി ഭയമമ വല്ലവേ കേൾക്കനി ശ്രീരാമലക്ഷ്മണന്മാർ വന്നതെങ്കിലോ ചേരുമെന്നോടവരെന്നു നിർണയം രാമനെ സ്നേഹമെന്നോളമില്ലാത്തുമേ രാമനാകുന്ന സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ താൻ അവതരിച്ചു ഭൂമിഭാരഹരണാർത്ഥമെന്ന് കേൾക്കുന്നു ഞാൻ പക്ഷഭേദം ഭവാനില്ല നിർണയം നിൽക്കുന്ന അനേകനാത്മരാമനീശ്വരൻ ചരണാഭുജയിൽ നമസ്കരിച്ച് ചെയ്യാൻ ഞാൻ കൊണ്ടിക്കൊണ്ടു പോരുവാൻ മനുഗ്രഹത്തിങ്കലും ഉപകാരവുമേറും സൂര്യവേനേക്കാളും എന്നെ കൊണ്ടോക്കനി തന്നെ ഭജിക്കുന്നവരെ ഭജിച്ചേടുമെന്നെ ഭാവം പരമാത്മനില്ലല്ലോ ഭക്തികൾ പരമേശ്വരൻ വല്ലവേ ഭക്തിയോ നനഞ്ഞൊരു നേരം കൊണ്ട് കാണിച്ചത് ഭാര്യയെ ഇഷ്ടനാം ഭാര്യ ചുരുട്ടി പ്രഹരിച്ചിരിക്കവേ ഉച്ചത്തിൽ പാടി പരസ്പരം താഴെ എല്ലാവർക്കും ഇഷ്ടം. കൊണ്ടും തല തങ്ങളിൽ കൊട്ടിയുമേറ്റ് പിടിച്ചും കളിച്ചും മുറ്റത്തിൽ വീണും വിരണ്ടും മുച്ചീറ്റം കലർന്ന നഖം കൊണ്ട് മാന്തിയിട്ടാടി പതിക്കയും ആടിത്തടുക്കയും കൂടക്കൊടുക്കയും ഓടിക്കഴിക്കുകയും വടിവിയർക്കയും മാടി വിളിക്കയും കൊതിച്ചെടുക്കയും കൂടെ വിയർക്കയും മാടികൾ ചീർക്കയും കുത്തി യുദ്ധപ്രയോഗം കണ്ടുവരുന്നവർ കാലകാലം താനുള്ള ഓർ പാരിശുദ്ധീവയുദ്ധത്തിനു ഗോദൃഢം രണ്ട് സമുദ്രങ്ങൾ തമ്മിൽ പോരും പോലെ രണ്ട് ശൈലങ്ങൾ തമ്മിൽ പോരും പോലെയും കണ്ടാവരാർത്തത ഉണ്ടായി പുകഴ്ത്തിയും കട്ടീല വാട്ടമൊരുത്തനുമേതുമേ അച്ഛൻ കൊടുത്തൊരു മാല ബാലിക്കുമുണ്ട് അച്യുതൻ നൽകിയ മാല സുഗ്രീവനും ഭേദമില്ലൊന്നുകൊണ്ടും തമ്മിലും ചിലർക്കതലേന്നു വിഗ്രഹം സാധുവുമേറ്റം കലർന്നു സുഗ്രീവനും ഭേദമോടിയിരിക്കുന്നാഥനെ നോക്കിയും അഗ്രജ മുഷ്ടി പ്രഹരങ്ങളേക്കയാൽ സുഗ്രീവനേറ്റം തളർച്ചയുന്നത് കണ്ടു കാരുണ്യം കലർന്നു വേഗേന വൈകുണ്ഠൻ ദശരഥനന്ദനൻ ബാലിതൻ പക്ഷപ്രദേശത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് വൃക്ഷം മറഞ്ഞാശു മഹേന്ദ്രമാമസ്ത്രം കൊടുത്തു വലിച്ചു തിരിച്ചുടൻ വിദ്രുതമമായ ചെല്ലിനാൻ ചെന്നതു ബാലിതന്മാരിൽ തറച്ചളവൊന്നങ്ങനെ വീടിനാൻ പാലിയും ഭൂമിയും ഒന്ന് വിറച്ചു തന്നേരത്ത് രാമനെ കോപ്പി സ്തുതിച്ചു മോഹം കലർന്നു മുഹൂർത്തം മാത്രം പിന്നെ മോഹവും തീർന്നു ഞാൻ പാലിയും കാണായി തത്തേര് കൂട്ടമനെ തഥാ ബാണവും ദക്ഷിണഹസ്തീതരും ചന്യപാലിയെ ചാപവും ചീരവസനവും സുവീരവും വീരവദനം ചാരുചടാമുകുടം പൂണ്ടിടം പെട്ട മാതരത്തിന്റെ വനമാലയും പൂണ്ടല്ലാതായിരങ്ങളായങ്ങളും വിവാദളശ്ചവിപുള്ള ശരീരം സുഗ്രീവന്മാരായ മഞ്ചസ കണ്ടു ഭാര്യമുണ്ടായ
അപക്ഷ്യമോ അപക്ഷ്യമത്രേ കഥ മാനസേ തോന്നിയതെന്തി തോന്നുവതേ ഇത്തം ബഹുഭാഷണം ചെയ്ത ഭാര്യയോട് ഉത്തരമായരുൾ ചെയ്ത ദൂരം ജാനകി ജീവനസ്മരണം ജയ ജയ. ഓരോ പേജന്റ് വായിച്ച് നിർത്താം. ഓം ശ്രീകൃഷ്ണായ നമ. ഇത്തമ്പ് ഭൂഭാഷണം ചെയ്ത ബാലിയോട് ഉത്തരമായരുൾ ചെയ്തു രഘുത്തമൻ ധർമ്മത്തെ രക്ഷിപ്പതിന്നായുധവുമായി നിർമ്മത്സരം നടക്കുന്നിതു നീളെ ഞാൻ പാപിയായോരത് അധർമ്മിഷ്ടനാം നിന്നുടെ പാപം കളഞ്ഞു ധർമ്മത്തെ നടത്തുവാൻ നിന്നെ വധിച്ചിതു ഞാൻ മോഹബദ്ധനാൻ നിന്നെ നീ ഏതും അറിയാഞ്ഞതുമെടോ പുത്രി ഭഗിനി സഹോദര ഭാര്യയും പുത്രകളത്രവും മാതാവും ഏതുമേ ഭേദമില്ലെന്നല്ലോ വേദവാക്യമതു ചേതസി മോഹാൽ പരിഗ്രഹിക്കുന്നവൻ പാപികളിൽ വച്ചും ഏറ്റവും മഹാഭാവികാവർ മുഖക്കതിനാലേ വരുമല്ലോ. മര്യാദ നീക്കി നടക്കുന്നവർകളെ ശൗര്യമേറും നൃപന്മാർ നിഗ്രഹിച്ചത ധർമ്മസ്ഥിതി വരുത്തും ധരണീതലേ നിർമ്മലാത്മാനി നിരൂപിക്ക മാനസേ. ലോകവിശുദ്ധി വരുത്തുവാനായിക്കൊണ്ടു ലോകപാലന്മാർ നടക്കുമെല്ലാടവും ഏറെ പറഞ്ഞു കായികവരോടേതും പാപത്തിനായി വരും പാപികൾക്കേറ്റവും ചിത്തമരുൾ ചെയ്തതൊക്കെ കേട്ടാശു ചിത്ത വിശുദ്ധി വഹിച്ചു കവീന്ദ്രനും രാമനെ നാരായണൻ എന്നറിഞ്ഞുടൻ താമസഭാവമകന്നു സസംഭ്രമം ഭക്ത്യാ നമസ്കൃത്യ വന്നിച്ചു ചൊല്ലിനാൻ ഇത്തം മമ അപരാധം ക്ഷമിക്കേണമേ. ശ്രീരാമ രാമ മഹാഭാഗ രാഘവ നാരായണൻ നിന്തിരുവടി നിർണയം ഞാനറിയാതെ പറഞ്ഞതെല്ലാം തവ മാനുസേ കാരുണ്യമോടും ക്ഷമിക്കണം. നിന്തിരുമേനിയും കണ്ടു കണ്ടാശു നിന്നന്തികെ താവകമായ ശരമേറ്റു ദേഹമുപേക്ഷിപ്പതിന്നു യോഗം വന്ന ദാഹന്ത ഭാഗ്യം എന്തോന്നു ചൊല്ലാവതും സാക്ഷാൽ മഹായോഗി നാമഭി ദുർലഭം മോക്ഷപ്രദം തവ ദർശനം ശ്രീപദേ. നിന്തിരുനാമം മരിപ്പാൻ തുടങ്ങുമ്പോൾ സന്താപം ഉൾക്കൊണ്ടു ചൊല്ലും പുരുഷനു മോക്ഷം ലഭിക്കുന്നതാകയാൽ ഇന്നുമേ സാക്ഷാൽ പുരസ്ഥിതനായ ഭഗവാനെ കണ്ടുകണ്ടൻപോടു നിന്നുടെ സായകം കൊണ്ടു മരിപ്പാൻ അവകാശമിക്കാലം ഉണ്ടായതെന്നുടെ ഭാഗ്യാതിരേകമെന്തുണ്ടോ ഉപദേശക്കും ലഭിക്കുന്നതീശ്വര. നാരായണൻ നിന്തിരുവടി ജാനകി താരിൽ മാതാവായ ലക്ഷ്മി ഭഗവതി പങ്ക്തി കണ്ടൻ തന്നെ നിഗ്രഹിപ്പാനാശു പങ്ക്തിരതാത്മജനായി ജനിച്ചു ഭവാൻ പത്മജൻ മുന്നമർത്തിക്കയാൽ എന്നതും പത്മവിലോചന ഞാനറിഞ്ഞിടിനേൻ. നിന്നുടെ ലോകം ഗമിപ്പാൻ തുടങ്ങിയിടും എന്നെ അനുഗ്രഹിക്കേണം ഭഗവാനെ. എന്നോടു തുല്യനാകും ബലനാകും അംഗതൻ തന്നിൽ തിരുവുള്ളമുണ്ടായിരിക്കണം. അർക്കതനയനും അംഗത ബാലനും ഒക്കും എനിക്കെന്നു കൈക്കൊള്ളുക വേണമേ. അമ്പും പൊറിച്ചു തൃക്കൈ കൊണ്ടടിയനെ അൻപോടുമെല്ലെ തലോടുകയും വേണം എന്നതു കേട്ടു രഘുത്തമൻ ബാണവും ചെന്നു പറിച്ചു തലോടിനാൻ മെല്ലവേ. മാനവ വീരൻ മുഖാംബുജവും പാർത്തു വാനര ദേഹം ഉപേക്ഷിച്ചു ബാലിയും. ജാനകി ജീവനസ്മരണം ജയ ജയ രാമ രാമ. വായിച്ചു ഓരോ പേജ് വായിച്ചിട്ടുണ്ട്. ഇവിടെ നിർത്താമെന്ന് സുഗ്രീവരാജ്യാരം നിർത്താൻ അല്ല ഞാൻ ഇവിടെ നിർത്താമെന്ന് വെച്ചാൽ രാജ്യാഭിഷേകം വേണ്ട എനിക്കും പണിയുണ്ട്. തത്വജ്ഞാനോപദേശേന കാരുണ്യേന ഭക്തിവിയോഗ ദുഃഖം കളഞ്ഞിടുവാൻ ജാനകി ജീവനസ്മരണം ജയ ജയ രാമ രാമ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ ശ്രീരാമ രാമ രാമ
ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇന്നത്തെ പാരായണം ഭഗവാന്റെ തൃക്കാൽക്ക് സമർപ്പിക്കുകയാണ്. എല്ലാവർക്കും എല്ലാവിധ നന്മയും ഉണ്ടാക്കി തരണമേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓം തത്സത്.